നമസ്കാരം. രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നൊരു വലിയ ലോകോത്തര പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ഭാഗമാണ് ഭാരതീയ ജനതാ പാർട്ടി അഥവാ BJP. RSSൻ്റെ തന്നെ നേതൃത്വത്തിൽ ആണ് BJPയിലെ പല രാഷ്ട്രീയ തീരുമാനങ്ങളും സാമൂഹ്യ സാംസ്കാരിക തീരുമാനങ്ങളുമൊക്കെ എടുക്കുന്നത് എന്നത് അത് ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം മാതൃപ്രസ്ഥാനമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവിടുത്തെ ഒരു അജണ്ട അനുസരിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. BJPയുടെ മാത്രമല്ല, മറ്റ് പ്രസ്ഥാനങ്ങളുടെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ വിവിധ ചുമതലകൾ വഹിക്കുന്ന വ്യക്തികളാണ്. അതിൻ്റെ സർസംഘചാലക്കുണ്ട് മോഹൻ ഭാഗവത്, അതുപോലെ ജനറൽ സെക്രട്ടറിയുണ്ട് ദത്താത്രേയ ഹൊസബള, അതുപോലെ ഭയ്യാജി ജോഷി, അങ്ങനെ നിരവധി പ്രവർത്തകരുണ്ട്, നിരവധി ആളുകളുണ്ട്. മാത്രമല്ല റാം മാധവനെ പോലുള്ള BJP നേതാക്കൾ RSSൻ്റെ തന്നെ ഭാഗമായി BJPയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഈ അടുത്ത കാലത്താണ്, തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചാണ് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അദ്ദേഹം ഒരു പരസ്യ പ്രതികരണം നടത്തി. ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു നദ്ദയുടെ പരാമർശം. BJPക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ടെന്നും RSSൻ്റെ ഒരു സഹായവും പിന്തുണയും ഒന്നും തൽക്കാലമില്ല, BJP ഒറ്റയ്ക്ക് വളർന്നു വരുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നും JP നദ്ദ പറഞ്ഞു. ഇതിനെ രണ്ട് തരത്തിൽ കാണാം. അതായത് RSSൻ്റെ ആവശ്യം BJP സ്വതന്ത്രമായി പ്രവർത്തിക്കുക തന്നെയാണ്. കാരണം RSSൻ്റെ സഹായമില്ലാതെ RSSൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്നു. പിന്നെ പറയുന്നത് RSSൻ്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് BJP RSS പറയുന്നതൊക്കെ കേൾക്കണം, അല്ലെങ്കിൽ RSSൽ നിന്ന് അണുവിട മാറി പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ്. ഇതിൽ ആദ്യം പറഞ്ഞതാണ് കുറച്ചുകൂടി ശരിയായ നടപടി. BJP ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് ഇഷ്ടം. കാരണം അവർ വളർത്തിക്കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും RSSൻ്റെ മറ്റ് പ്രവർത്തികളിലേക്ക് കടക്കാം. വാജ്പേയിയുടെ കാലത്ത് നിന്ന് BJPയിലെ RSS സാന്നിധ്യം എങ്ങനെയാണ് മാറിയത് എന്ന ചോദ്യത്തിനാണ് JP നദ്ദ മറുപടി നൽകിയത്. ഫലത്തിൽ ഇത് RSS ആസ്ഥാനത്ത് ചെറിയ ചില സംശയങ്ങളുണ്ടാക്കി എന്നുള്ള വാർത്തയും അന്ന് പുറത്തു വന്നു. അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദിൽ പോലും BJP തോറ്റു. അപ്പം RSS ഇതിനകത്ത് ഇടപെട്ടോ? സംഘപരിവാർ ശക്തിയുള്ള UPയിൽ വലിയ തിരിച്ചടിയാണ് BJPക്ക് ഉണ്ടായത്. ശരിക്കും ആ മേഖല, ഈ UP അതുപോലെ തന്നെ രാജസ്ഥാൻ മേഖലയിലൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായി. ഇതിനെല്ലാം വഴിയൊരുക്കിയത് നദ്ദയുടെ പ്രസ്താവനയാണ് എന്ന് ചിലർ വാദങ്ങൾ ഉയർത്താനുള്ള സാധ്യതയുണ്ട്. RSSന് ഇനിയും വിധേയമാകേണ്ട സാഹചര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിലൂടെ BJP ദേശീയ നേതൃത്വത്തിന് ഉണ്ടാകുന്നത് എന്നും ചില റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഇനി RSSൻ്റെ പിന്തുണ BJPക്ക് അനിവാര്യമായി മാറും എന്നും പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ ഉത്തർപ്രദേശിലടക്കം BJPക്ക് കടുത്ത തിരിച്ചടികൾ നേരിട്ട അവസ്ഥയിൽ, അതുപോലെ മോദിയുടെ പിൻഗാമിയായി അമിത്ഷായെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നദ്ദയുടെ RSS വിരുദ്ധ പ്രസ്താവന തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മോദിയുടെ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞു. അമേഠിയിൽ സ്മൃതി ഇറാനി തോറ്റു. രാഹുൽ ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം റായ്ബറേലിയിൽ കിട്ടി. ഇതൊക്കെ UPയുടെ ഭാഗങ്ങളാണ്, ഉത്തർപ്രദേശിൻ്റെ ഭാഗങ്ങളാണ്. അപ്പം RSS ഇല്ലാതെ BJPക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ RSS കൊടുത്ത ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആണോ ഇത് എന്നുള്ള ചർച്ച ചില മാധ്യമങ്ങളെങ്കിലും തുടങ്ങിക്കാണും. RSSൻ്റെ സഹായമില്ലാതെ BJPക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമോ? RSS പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് മുമ്പോട്ട് പോകേണ്ട അവസ്ഥയിൽ ആണോ ഇപ്പോഴും BJP? ചെറിയ തിരിച്ചടി നൽകി RSS നേതൃത്വം ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. തുടക്കത്തിൽ ഞങ്ങൾക്ക് ശക്തി കുറവായിരുന്നു, അന്ന് RSSൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ വളർന്നു. BJP ഇന്ന് സ്വയം പ്രവർത്തിക്കാൻ ശേഷിയുള്ളവരാണ്, അതാണ് വ്യത്യാസം എന്നാണ് BJPയുടെ ദേശീയ അധ്യക്ഷൻ പറഞ്ഞത്. BJPക്ക് ഇപ്പോൾ RSSൻ്റെ പിന്തുണ ആവശ്യമില്ലേ എന്ന ചോദ്യത്തിനായിരുന്നു ഈ മറുപടി. RSS ഒരു സാംസ്കാരിക സാമൂഹ്യ സംഘടനയാണ്, BJP ഒരു രാഷ്ട്രീയ സംഘടനയാണ്. പക്ഷേ ഈ സാംസ്കാരിക സംഘടനയുടെ രാഷ്ട്രീയ മുഖമാണ് BJPയുടെ പ്രവർത്തന രീതി വേറെ. പക്ഷേ അതിനൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും കൃത്യമായ ഒരു ഫ്രെയിം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും RSS ആണ്. ഈ ശിവസേന പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് RSSനെ തള്ളിപ്പറയാൻ പറ്റില്ല. അതുകൊണ്ട് ശിവസേന പോലുള്ള പ്രസ്ഥാനങ്ങൾ, മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടായി. അപ്പോൾ ശിവസേന പോലുള്ള പ്രസ്ഥാനങ്ങൾ പോലും അവിടെ RSSുമായി എന്തെങ്കിലും ഒരു ബാന്ധവത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കളി കളിച്ചോ എന്ന് ചോദിക്കുന്ന ചില BJP RSS നേതാക്കൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. RSSനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാം, പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്താണ് RSS എന്നുള്ളത് അതിൽ പ്രവർത്തിച്ചവർക്കോ അല്ലെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചവർക്കോ അറിയാം. CPM തന്നെ RSSൻ്റെ ആ ഒരു പ്രവർത്തന രീതിയെക്കുറിച്ച് അവരുടെ പാർട്ടി ക്ലാസ്സുകളിൽ പഠിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. അവർ തന്നെ തീരുമാനിച്ചതാണ്, അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചൊരു കാര്യമാണ്. അപ്പോൾ RSS എങ്ങനെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ സംഘത്തിൻ്റെ ആ പ്രവർത്തന രീതിയും അത് സജ്ജമാക്കുന്നതും ഒക്കെ എങ്ങനെ വേണം എന്നുള്ള കാര്യം അത് പഠിച്ചാൽ മനസ്സിലാകും. അപ്പം RSS ഒന്ന് പിടിച്ചതാണോ മതി ഇത്രയും? 300-400 ഒക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ 350-400 ഒക്കെ പറഞ്ഞിട്ട്
300 അല്ലെങ്കിൽ ഒരു പരിധി എന്ന് പറഞ്ഞ് ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതാണോ എന്നൊരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട്. അങ്ങനെയൊന്നുമാണ് എന്ന് തോന്നുന്നില്ല. എന്നാൽ പോലും RSSൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് അതിശക്തമായൊരു നിയന്ത്രണം തന്നെയാണ്. തീരുമാനങ്ങൾ എടുക്കുന്നത് നാഗ്പൂരിലെ അവരുടെ പ്രധാനപ്പെട്ട കാര്യാലയത്തിൽ നിന്ന് തന്നെയാണ്. അവിടെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ സാംസ്കാരിക വിഷയങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചകളും കാര്യങ്ങളുണ്ട്. അവർക്കതിന് വേണ്ട ഒരു നിയമസംഹിതയുണ്ട്. രാഷ്ട്രം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജനവും രാഷ്ട്രവും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് അവർ കണക്കാക്കുന്നത്. നമ്മുടെ രാഷ്ട്രം പരംവൈഭവത്തിലേക്ക് ഉയരുക എന്നതാണ്, അതുവഴി ജനങ്ങളും ആ ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നതാണ് അടിസ്ഥാനമായി RSS സ്വീകരിക്കുന്ന തത്വം. BJP അതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവിടെ കൊടുക്കൽ വാങ്ങലുകൾ നടക്കും, ഇടപാടുകൾ നടക്കും. അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെവിക്ക് പിടുത്തമാണോ ഇത് എന്ന് സംശയിച്ചാലും തെറ്റു പറയാനാകുമോ?